പ്രിയപ്പെട്ട സൗരങ്ങളെ, വളരെ സ്പെഷ്യലായ ഒരു ടോക്കാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അച്ഛൻ നിങ്ങളുമായിട്ടൊരു 4 വചനം ഷെയർ ചെയ്താൻ പോവാണ്. 1 പേരൻസിന് പ്രാർത്ഥിക്കാനുള്ളത്, 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, 3 വീട്ടിലുള്ള പ്രായമായവർക്ക് വേണ്ടി, 4 നമ്മുടെ ഭവനം മുഴുവന് വേണ്ടി, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വചനം. 4 വചനങ്ങളാണ്, സ്പെഷ്യൽ വചനങ്ങളാണ്. ഞാൻ പറയുമ്പോൾ ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. നമ്മുടെ വീഡിയോയുടെ സൈഡിലേക്ക് അതൊക്കെ അതിൻ്റെ സ്ക്രോളൊക്കെ പോകുന്നുണ്ടാവും. ഇല്ലെങ്കിൽ അത് നോക്കിയിട്ട് വചനം എഴുതിയെടുക്കണം. ഓരോ സിറ്റുവേഷനിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വചനമാണ്. സ്പെഷ്യലായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നും നാളെയൊക്കെ ആയിട്ട്. നാളത്തെ പ്രത്യേകത അറിയാലോ, വിശുദ്ധ ജോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാളാണ്. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ, ആ കുടുംബം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു അല്ലേ. മാതാപിതാക്കളും മകളും ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിച്ചാണ്. വിശുദ്ധ ജോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ നാളെ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പറയാൻ പോകുന്ന 4 വചനങ്ങൾ, ഒരു സ്പെഷ്യൽ വചനം 5ാമത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആയി മാറട്ടെ. ഓരോന്നും നമ്മൾ സെക്ഷൻ തിരിച്ച് ഓരോ വചനം വെച്ച് വായിക്കാൻ വേണ്ടി പോകണം കേട്ടോ, പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്നാമത്തത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വചന. സങ്കീർത്തനം 115 അതിൻ്റെ 12ാമത്തെ വാക്യം. ബൈബിൾ അന്ന് നിങ്ങൾ നോട്ട് ബുക്കിൽ അത് ആദ്യം ഒന്ന് രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ട് വചനം എടുത്ത് വായിക്കണം കേട്ടോ. ഈ ടോക്ക് കഴിഞ്ഞ പാടെ എടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുക. അവർക്ക് ഈ വചനം അനുഗ്രഹമായിട്ട് മാറട്ടെ. ടോക്ക് മുഴുവനായിട്ട് ഷെയർ ചെയ്ത്, ഒപ്പം തന്നെ വചനങ്ങൾ സ്പെഷ്യലി അവർക്കൊന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുത്തു. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി, കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വചനമാണ്. 115 സങ്കീർത്തനം അതിൻ്റെ 12ാം വാക്യം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഇത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, അവിടുന്ന് എൻ്റെ ഭവനത്തെ ആശീർവദിക്കും, എൻ്റെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. ഇതൊരു വചന ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത്, എൻ്റെ കർത്താവിന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഫാമിലി മൊത്തം ഒരു സ്ട്രഗിളിൽ കൂടെ പോകുന്നുണ്ടാവും. നമ്മളിപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ വലിയ കടമൊക്കെ ആയിരിക്കും, വലിയ നാണക്കേട്, സങ്കടത്തിൽ കൂടെ ഒക്കെ പോകുമായിരിക്കും, വലിയൊരു പ്രതിസന്ധി ഇല്ല കൂടെ ഇപ്പോൾ കടന്നു പോകുമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു വലിയ കാര്യം ഈ ദിവസങ്ങളിൽ വീട്ടിൽ സംഭവിക്കാനുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മളെ അവിടുന്ന് അനുഗ്രഹിക്കും, ആശീർവദിക്കും. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. രണ്ടാമത്തെ ഒരു വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള ഒരു വചനമാണ്. മാതാപിതാക്കൾ ഇത് പ്രത്യേകിച്ചും കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59ാമത്തെ അധ്യായം അതിൻ്റെ 21, ഐസയ്യാ 59:21. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അവർ ദൈവത്തിൻ്റെ പൈതലുകളായിട്ട് ജീവിക്കാനുള്ള ഒരു വചനമാണത്. ഏശയ്യാ 59:21 ഇങ്ങനെയാണ് വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും ഇനി അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറ, കമ്മിങ് ജനറേഷൻസ് മൊത്തം ദൈവാത്മാവിനാൽ നിറഞ്ഞ ദൈവവചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുമെന്ന് ഉറപ്പ് തരികയാണ്. ഈ വചനം പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ബ്ലസ് ചെയ്യുക. മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വചനം സങ്കീർത്തനങ്ങളിൽ തന്നെയാണ്. 92ാമത്തെ സങ്കീർത്തനം എടുക്കാം. അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനം 92, 12 മുതൽ 14 വരെ. ഇത് സ്പെഷ്യലി നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നറിയോ? നമ്മുടെ വീട്ടിൽ പ്രായമായവർ കാണും അല്ലേ. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം, പ്രായമായവരുണ്ട്. ചിലപ്പം പ്രായം കാരണം, രോഗം കാരണമൊക്കെ വീട്ടിലോ ഇല്ലെങ്കിൽ ആശുപത്രിയിലോ ഒക്കെ സങ്കടത്തിലായിരിക്കും. ചിലരിങ്ങനെ ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനം 92, 12 മുതൽ 14 വരെ. ബൈബിൾ എടുത്താൽ ഒരുമിച്ച് വായിക്കാം, ഇല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. എവിടെ നട്ടിരിക്കുന്നു? അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. നിങ്ങളുടെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, വല്യപ്പച്ചൻ, വല്യമ്മച്ചിയൊക്കെ അവിടെ ഇച്ചിരി മേലാണ്ടിരിക്കുന്നു, പ്രായമായിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയി സ്നേഹത്തോടെ തട്ടി തലോടിയിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് 92:14, വാർദ്ധക്യത്തിലും അപ്പച്ച അമ്മച്ചി ഫലം പുറപ്പെടുവിക്കും, എന്നേക്കും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കുമെന്ന്. അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാവങ്ങളല്ലേ, അവർക്ക് വേണ്ടി നമ്മളല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് ആ വല്യപ്പച്ചനും വല്യമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം അവരുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക. വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം കൂടി എടുക്കാം. 32ാമത്തെ അധ്യായം 18ാമത്തെ വാക്യം. നമ്മൾ കുറേ വചനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലേ. എല്ലാം നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ. 32:18. ഇത് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനറിയോ? ആദ്യം നമ്മൾ നമ്മുടെ കുടുംബം മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ. നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ഭവനം, നമ്മൾ വസിക്കുന്ന ഇടങ്ങൾ, ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ വീട്, ഭവനം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സുന്ദരമായ ഒരു വചനമാണ്. 32ാമത്തെ അധ്യായത്തിൽ 18ാം വാക്യം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. വചനം ഇങ്ങനെയാണ്: എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും
പ്രശാന്തമായ വിശ്രമ കേന്ദ്രങ്ങളും തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം കർത്താവ് ശാന്തമാക്കും, സമാധാനം നിറയ്ക്കും. അവിടെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ നമ്മൾ കഴിയുമെന്ന് വചനത്തിലൂടെ കർത്താവ് ഉറപ്പ് തരികയാണ്. ഇത് നമ്മുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞു വീട്, വലിയ വീട്, മുറികൾ, ഈ ഭവനത്തിന് മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം, ഒരു വെല്ലുവിളി, പിശാച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചു, ഇല്ല വീട്ടിൽ വലിയ പ്രശ്നമൊക്കെയാണ്, നിങ്ങൾ കുടുംബം ഒരുമിച്ച് ഈ വചനം ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏശയ്യാ 32:18 എൻ്റെ ജനം സമാധാനപൂർണ്ണമായ വസതിയിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ കേന്ദ്രങ്ങളും തന്നെ. ആ വീട് ശാന്തമാവട്ടെ, ആ ഭവനത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറട്ടെ. ഈ വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 4 വചനങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. 5-ാമത്തെ ഒരു വചനം നിങ്ങൾ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. 5-ാമത്തെ വചനം എന്തിനാണെന്നറിയോ? നിങ്ങളത് വായിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ കാലത്തേക്കും, ഞാൻ പണ്ടൊരു ടോക്കിൽ ഈ വചനം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ആ വചനം നമ്മൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് വായിക്കണം. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണം, അങ്ങ് അനുഗ്രഹിച്ചാൽ അതെന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ആ വചനം എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാം അധ്യായം 29-ാം വാക്യമാണ്. 2 സാമുവേൽ 7:29. നിങ്ങളത് കണ്ടുപിടിക്കണേ. 5-ാമത്തെ വചനം അതാണ്. വായിക്കണം, പ്രാർത്ഥിക്കണം, കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ കമൻറ്റ് ബോക്സൊക്കെ വായിക്കുമ്പോൾ ഈ വചനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ വചനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ഓർക്കണം, ഈ ശുശ്രൂഷ കൊടുക്കുന്ന ഓരോരുത്തരും ഓർക്കണേ, എവിടെയൊക്കെയോ പല സ്ഥലങ്ങളിൽ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ഈ വചനം ഇടാൻ പറയുന്നത് വെറുതെ ഇടാനല്ല, എനിക്ക് ആ വചനം അറിയാം, ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എനിക്കത് അറിയുകയും ചെയ്യാം. പക്ഷെ നിങ്ങളത് ഇടാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ആരെങ്കിലുമൊക്കെ ഓർക്കണം, ഈ കമൻറ്റ് ബോക്സ് കാണുന്നവർ, വീഡിയോ കാണുന്നവർ ഓർക്കണം, എനിക്ക് വേണ്ടി ആരോ എവിടെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ഇടുന്ന സമയത്ത് അതാ പറഞ്ഞേ, ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആരെയും പരിചയമില്ല. ചിലർ നോക്കി എന്തോരം സങ്കടങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാറുണ്ട്, പ്രാർത്ഥനാ നിയോഗങ്ങൾ. നമ്മൾ എന്നാ ചെയ്യുന്നത്? അത് കണ്ട് ഇങ്ങനെ ഓടിച്ചു വിടുകയാണോ? അടുത്ത കമൻറ്റ് വായിക്കണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനത്തെ വചന ശുശ്രൂഷകൾ, അത് ഏത് ചാനൽ വഴി വരുന്നതാവട്ടെ, വചന ശുശ്രൂഷയുടെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കാണുമ്പോഴേ അത് വായിച്ച് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. എവിടെയോ കിടക്കുന്ന ആൾക്കാരാ, എവിടെയോ ഉള്ള ആൾക്കാരാ, അവരുടെ സങ്കടം അവർക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷേ യു ഷുഡ് ബി ഹിയർ പ്രേയിങ് ഫോർ ദം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും കമൻറ്റ് ബോക്സ് വരെ വായിക്കുന്നവർ ഓർത്തോളം, ദെർ ഈസ് സംബഡി ഔട്ട് ദെയർ പ്രേയിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതോ ഒരാൾ എവിടെയോ ഉണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ചങ്ങല കെട്ടി വല മുറുക്കി നമുക്ക് ഈശോ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് വിശുദ്ധിയോടെ യാത്ര മുന്നോട്ട് പോകണം. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച ഈ 5 വചനങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹമായിട്ട് നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.